അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 100-ാം വാർഷിക സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷകനായിട്ട് ഉണ്ടായിരുന്നത് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു. സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസംഗിച്ചു. പ്രസംഗത്തിൽ നാം എല്ലാവരും കേട്ടുവല്ലോ. എന്നാലും ഇവിടെ നൗഷാദിൻ്റെ ഇന്നലത്തെ ഒരു പ്രസംഗം കേട്ടു. നൗഷാദ് 8-ാം തീയതി 100-ാം വാർഷിക സമ്മേളനം കഴിഞ്ഞപ്പത്തിന് കുരുവട്ടൂരികളുടെ സ്റ്റാറ്റസുകളിലും കുരുവട്ടൂരികളുടെ പേജുകൾ, ഫേസ്ബുക്ക് പേജുകളിലും വാട്സപ്പുകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മുഖ്യപ്രഭാഷണം. സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രഭാഷണം നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ പല ആളുകൾക്കും ചെറിയൊരു സംശയം തോന്നി. ഇത് കുരുവട്ടൂരികളുടെ ഒരു ചെറിയ കൈ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? നമ്മളെ മേമാക്കിയും അതുപോലെ പമ്പൈസുമൊക്കെ 100-ാം വാർഷികത്തിന് പോകും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സംശയം വന്നതിൻ്റെ പേരിൽ പലരും പറഞ്ഞു, ഇത് നൗഷാദിൻ്റെ എഴുത്താണോ എന്നുള്ളൊരു സംശയം വന്നു. ഏതായാലും 100-ാം വാർഷികത്തിൻ്റെ ആ പ്രസംഗം 8-ാം തീയതി കഴിഞ്ഞപ്പോൾ 9-ാം തീയതി നൗഷാദ് പ്രസംഗിക്കുന്നു. കേട്ടു നോക്കുക നമുക്ക്. 100-ാം വാർഷിക സമ്മേളനത്തിലെ ഏറ്റവും മുഖ്യമായ മുഖ്യപ്രഭാഷകൻ, അങ്ങനെ മനസ്സിലാക്കണം, മുഖ്യപ്രഭാഷകൻ തങ്ങളാണ്. തങ്ങൾ ഇന്നലെ ആലിമീങ്ങൾക്ക് മുഴുവനും ഒരു മാർഗരേഖ തന്നെ 100-ാം വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. സയ്യിദ് അവറുകൾക്ക് നമ്മുടെ എല്ലാ അഭിനന്ദനങ്ങളും അതിൻ്റെ പേരിൽ പ്രത്യേകം അറിയിക്കുകയാണ്. ഇവൻ്റെ ഈ അഭിനന്ദനങ്ങൾ കേൾക്കുമ്പോഴാണ് ഇവിടെ തങ്ങൾ പാപ്പാനെ നൗഷാദ് ചെറിയൊരു തിരുപ്പിട്ടുകണോ എന്നൊരു ഡൗട്ട് വരുന്നത്. നല്ലോണം സൂക്ഷിച്ചോളി, സമസ്തക്കാർ നല്ലോണം സൂക്ഷിച്ചോളി. കാരണം കൊണ്ടു നടന്നിട്ട് മുഖ്യപ്രഭാഷണവും മറ്റുമൊക്കെ ഏൽപ്പിച്ചുകാണ്ട് ഈ വട്ടൂരികളുടെ കെണിയിലേറ്റ പെട്ടുക്കണോ ഇല്ലേ എന്നുള്ളത് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഉലമാ നീങ്ങേണ്ട രീതി, മുൻകാല ഇമാമിങ്ങൾ ജീവിച്ച വഴി, ആ വഴി എന്താണ് എന്ന് നമ്മൾ 2013 മുതൽ നമ്മുടെ വേദികളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായി മുഖ്യപ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്നലെ പറഞ്ഞു. ഇത് 2013 ശേഷമല്ലേ പറയുന്നത്? ഇത് വിഷയം 2013 ശേഷമല്ലേ പറയുന്നത്? ഇത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹു എന്നാണോ രേഖപ്പെടുത്തിയത്, അന്നു മുതൽ അഹ്ലുസുന്നയുടെ വാദമാണത്. അന്നു മുതലേ പണ്ഡിതന്മാരത് പറയുന്നുണ്ട്. വലിയ വലിയ മഹാന്മാർ, വലിയ വലിയ പണ്ഡിതന്മാർ ആ വിഷയം അന്നു മുതലേ പറയുന്നുണ്ട്. ഇത് 2013 ശേഷമല്ലോ തുടങ്ങിയത്. എല്ലാവരും കേൾക്കേണ്ടതാണ്. അതുകൊണ്ട് ചില ഭാഗങ്ങൾ ഞാനത് കേൾപ്പിക്കുകയാണ്. ഒരു കാര്യം നൗഷാദെ പറയാനുള്ളത്, അത് കേൾപ്പിക്കാതിരിക്കലാണ് നല്ലത്. പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ 100-ാം വാർഷികത്തിൽ വായിച്ച ഇബാറത്ത് കേൾപ്പിക്കാതിരിക്കലാണ് നല്ലത്. അത് ഇജ്ജങ്ങോട്ട് പറയാതിരിക്കും നല്ലത്. അത് തങ്ങളെ ഒന്നും കൂടി കൊച്ചാക്കലായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ ഈ AP സമസ്ത നശിക്കാനുള്ള ഏറ്റവും വലിയ കാരണമാണ്. AP സമസ്ത നശിക്കാനുള്ള ഏറ്റവും വലിയ കാരണം, AP സമസ്ത അൽഹംദുലില്ലാഹ് 10 മടങ്ങി വിജയിച്ചുകൊണ്ടിരിക്കുക. ചെങ്ങായിയെ, ഇജ്ജ് ഏത് ലോകത്താ? എൻ്റെ വട്ടൂരികളുടെ ലോകത്തായി കഴിഞ്ഞാൽ എനിക്കത് കാണാൻ സാധിക്കൂല. ഏത് മശായിഖ് വേണ്ട, കുറച്ച് കിതാബ് ഓതിയാൽ ആ കിതാബ് മതി, പിന്നെ ഔലിയാക്കന്മാര് വേണ്ട എന്ന വാദം. അങ്ങനത്തെ ഒരു വാദം AP വിഭാഗം പറഞ്ഞതായിട്ട് എനിക്ക് കാണിക്കാൻ കഴിയുമോ? മശായിഖന്മാരൊന്നും വേണ്ട, കിതാബ് ഓതിയാൽ മാത്രം മതി, ഒരു മശായിഖും വേണ്ട എന്ന് പറഞ്ഞതായിട്ട് നൗഷാദെ എനിക്ക് കാണിക്കാൻ കഴിയുമോ? പച്ച നോണ. പണ്ഡിതന്മാരുടെ പേരിൽ വെച്ച് കെട്ടാൻ നിൻ്റെ അത്ര തൊലിക്കട്ടിയുള്ളവർ ലോകത്തുണ്ടാവില്ല, ഇബിലീസ് കഴിഞ്ഞാൽ. പിന്നെ മനസ്സിലായ എനിക്ക്? പണ്ഡിതന്മാരുടെ പേരിൽ ഈ കളവ് പറയാൻ വേണ്ടിയിട്ടായിട്ട് ഒരുങ്ങിക്കേച്ച്. എന്നിട്ടോ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ 100-ാം വാർഷികത്തിൽ
സമസ്തൻ്റെ 100-ാം വാർഷികത്തിൽ വായിച്ച ഇബാറത്തുണ്ട്. ആ ഇബാറത്ത് തങ്ങൾ പാപ്പാനെ കൊച്ചാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഓടുന്നുണ്ട്. തങ്ങൾ പാപ്പ പറയുന്നൊന്ന് കേട്ടോക്കി. من تفقه ولم يتصوف فقد تفسق ومن تصوف ولم يتفقه فقد تصدق ومن جمع بينهما فقد تحقق. ഏതായാലും ഈ ഇബാറത്താണ് നൗഷാദ് അവൻ കാണിക്കുന്ന ഇബാറത്ത്. പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ 100-ാം വാർഷികത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഈ വിഷയത്തിന് 1000 അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നൗഷാദ് പറഞ്ഞത് നാം കേട്ടു. എന്നാൽ ഈ ഇത്രയും ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയെടുത്ത് സമസ്തയുടെ 100-ാം വാർഷിക വേദിയിൽ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അനവധി പള്ളികളുടെ ഖാദിയായ ഇദ്ദേഹം അവിടെ വെച്ചിട്ട് വായിച്ച ഈ ഇബാറത്ത്, ആ ഇബാറത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാമായിരുന്നു? ആര് എഴുതി കൊടുത്തതാണെങ്കിലും ഏത് വട്ടൂരികളിൽ നിന്ന് കിട്ടിയ ചീട്ടാണെങ്കിലും ആ ചീട്ടൊരു 4-5 പ്രാവശ്യം വായിച്ചു നോക്കിയിട്ടായിരിക്കേണ്ടിയിരുന്നു അത്രയും ജനങ്ങൾ കൂടിയ ആ സ്റ്റേജിൽ വെച്ചുകൊണ്ട് അത് വായിക്കേണ്ടത്. അതല്ലെങ്കിൽ അതിൻ്റെ ആശയം പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ വായിച്ച് അത് വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അങ്ങനെ വായിച്ചത് ഇടങ്ങാറാകുമ്പോൾ ജനങ്ങൾ കാണുമ്പോൾ നമ്മൾ തരം താഴുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ തങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ഇതിങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. വല്ല ത്വരീഖത്തുകാരും എഴുതി തന്ന ഷീട്ട് നമുക്ക് വല്ല പ്രയാസം വരുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ചില കാര്യങ്ങളിൽ ഇടപെട്ട് റെഡിയായിട്ടുണ്ട് എന്ന് തോന്നിയപ്പോൾ നമ്മളെ വലയിൽ കുടുക്കും. ആ വലയിൽ ചെറുതായ നിലക്ക് താങ്കൾ പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ് ഇബാറത്ത് വായിക്കലും അതിൻ്റെ അർത്ഥം വെക്കലും അതിൻ്റെ പരിഭാഷ പറയലും. പിറ്റേ ദിവസം വട്ടൂരികളുടെ പരിപാടിയിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയുമൊക്കെ കേട്ടപ്പോൾ ചെറിയൊരു സംശയം ഇല്ല. ഏതായാലും ആ ഇബാറത്ത് മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇബാറത്ത് മൻ തഫഖഹ വലം യതസവ്വഫ് ഫഖദ് തഫസ്സക വമൻ തസവ്വഫ വലം യതഫഖഹ് ഫഖദ് തസന്ദഖ വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. ഇതാ ഇബാറത്ത് നോക്കി. ഇതാണിപ്പോൾ ആ ഇബാറത്ത് നമ്മൾ കണ്ടല്ലോ. എന്നാൽ ഈ ഇബാറത്ത് വെച്ചുകൊണ്ട് ഇതാണ് ഞങ്ങൾ 2013 ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്ന് ചാവുകയാണ് നൗഷാദേ. ഞങ്ങളെ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാരജ്? മൻ തഫഖഹ വലം യതസവ്വഫ് ഫഖദ് തഫസ്സക വമൻ തസവ്വഫ വലം യതഫഖഹ് ഫഖദ് തസന്ദഖ വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. ഞങ്ങൾ ആലിമീങ്ങൾ ആരറിയോ? വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. ആ വിഷയത്തിലാണ് ഞങ്ങളുടെ ആലിമീങ്ങളുള്ളത്. ഞങ്ങൾ ആലിമീങ്ങൾ മുഴുവനും ഇത് രണ്ടുമുള്ളവരാണ് ഞങ്ങൾ ആലിമീങ്ങൾ. എൻ്റെ കാട്ടുകള്ളനായ ഔലിയ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ കാട്ടുകള്ളന്മാരെ മാതിരി അല്ല ഞങ്ങൾ ആലിമീങ്ങൾക്ക് രണ്ടുമുണ്ട്. ഞങ്ങൾ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ചില്ലറയാണെന്ന് കരുതിക്കുന്നത്. ഞങ്ങൾ ആലിമീങ്ങൾക്ക് ഇതെല്ലാം ഉള്ള ആളുകളാണ്. ആ സമയത്ത് ഞങ്ങൾ ആലിമീങ്ങൾക്ക് ഫിഖ്ഹുണ്ട് തസവ്വുഫുണ്ട്. ഞങ്ങളെ സുൽത്താനുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരാന്ന് വെച്ചിട്ടാച്ച്. അതുപോലെ തന്നെ സുലൈമാൻ ഉസ്താദ് ആരാന്ന് വെച്ചിട്ടാച്ച്. അവർ ഫിഖ്ഹും അറിയുന്ന ആളുകളാണ്, അവർ തസവ്വുഫും അറിയുന്നവരാണ്. അതുകൊണ്ടാണ് അവർ എല്ലാറ്റിലും പെട്ട ആളുകളാണ്.
വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖിൽപ്പെട്ട ആളുകളാണ് അവർ. മനസ്സിലായി എനിക്ക്? ആ സമയത്ത് എൻ്റെ കാട്ടുകള്ളൻ ആരാറിച്ച് സുലൈമാൻ ബാബയാണ്. അതേമാതിരി ഗ്ലോബൽ ഷെയ്ഖാണ്. അവരൊക്കെ ഏതിൽപ്പെട്ടതാണറിയോ? വമൻ തസവ്വഫ, ഓർക്ക് തസവുഫ് ഉണ്ടാവും, സൂഫിയാക്കന്മാരാണ് താനെടുക്കും. വലം യതഫഖഹ്, ഓർക്ക് എന്തില്ല, ഫിഖ് അറിയില്ല. ഫിഖ് വേണ്ടെന്നല്ല ഇജ്ജ് പറഞ്ഞത്. അങ്ങനെ വലിയ കുറച്ച് കിതാബ് ഓതിയതിനെ കൊണ്ടാണ് ഔലിയായി എന്ന് കരുതാൻ പറ്റൂല, അങ്ങനെയൊക്കെ അല്ലേ ഇജ്ജ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർക്ക് എന്തില്ല, വലം യതഫഖഹ്, ഫിഖ് ഇല്ലാത്ത മൊയ്ന്തുകളാണ് ഓല്. തസവുഫാണ്, പക്ഷേ ഫിഖ് ഇല്ലാത്ത മൊയ്ന്തുകളാണ് ഓല്. ഫിഖ് ഇല്ലാത്തതായതുകൊണ്ട് ഓലാരായി, ഫഖദ് തസന്ദഖ, ഒരു സിന്ദീഖീങ്ങളാണ്. ചങ്ങായി, ഒരു സിന്ദീഖീങ്ങളാണ്. അപ്പം എൻ്റെ ഇജ്ജിപ്പോ വിശ്വസിച്ചുകൊണ്ട് നടക്കണ ഈ കാട്ടുകള്ളന്മാർ സിന്ദീഖാണ് എന്നുള്ളതാണ് 100-ാം വാർഷികത്തിൽ മഹാനായ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവിടെ മുഖ്യ പ്രഭാഷണമായിട്ട് നടത്തിയത്. അത് മനസ്സിലാക്കണം. ഞങ്ങളാലിമീങ്ങൾ മുഴുവനുണ്ട്. ഞങ്ങളാലിമീങ്ങൾക്ക് രണ്ടുമുണ്ട്, ഫിഖുണ്ട്, തസവുഫുണ്ട്. ആ സമയത്ത് ഇജൗലിയ നടക്കുന്ന ആളുകൾ തസവുഫിലാണുള്ളത്. പക്ഷെ എന്തിനില്ല, ഫിഖില്ല. അങ്ങനെ ഫിഖില്ലാതെ തസവുഫിൽ മാത്രം പോയാൽ അവനെ സംബന്ധിച്ച് മാലിക് ഇമാം റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ എന്താണ്, ഫഖദ് തസന്ദഖ, ഓൻ സിന്ദീഖാണ് എന്നാണത്. അത് മനസ്സിലാക്കണം. സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും 1-2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ. ഇത്രയും വലിയൊരു വേദിയിൽ പോയിക്കൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനത്തെ ഇബാരത്തുകളൊക്കെ ആര് എഴുതി തന്നാലും ഒരു 4-5 പ്രാവശ്യം വായിച്ചു നോക്കിയിട്ടാണ് വായിക്കാൻ നല്ലത്.